ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ദാ കോഴികളും താറാവുമൊക്കെ തണുത്ത് വിറച്ച് നിൽപ്പാണ്. ഇന്ന് രാവിലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. വൈകുന്നേരം പരിപ്പ് വട ഉണ്ടാക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സോസേജും ബണ്ണുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ മക്കള് ചായയൊക്കെ കുടിക്കുകയാണ്. ഇപ്പോഴും മഴ തിമിർത്ത് പെയ്യുകയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഇന്ന് ഉച്ചക്ക് വൈറ്റ് റൈസാണ് ഉണ്ടാക്കിയത്. അതിനായി ബസ്മതി അരി കഴുകി റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് മതി ഇങ്ങനെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അരി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഉപ്പ് ചേർത്ത് വാർത്തെടുക്കാം. ഇതിന് കറിയായി ദാലാണ് ഉണ്ടാക്കിയത്, നമ്മുടെ പരിപ്പ് കറി തന്നെ. ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വായിക്കുമ്പോഴേക്കും നല്ല ഉറക്കം വന്നു. തണുപ്പും മഴയും കാരണം പുതച്ച് മൂടി ഉറങ്ങാൻ നല്ല സുഖമാണ്. എങ്കിലും 4 മണിക്ക് എണീറ്റ് ചായയും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കി. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ പരിപ്പുവട ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കിത് വലിയ ഇഷ്ടമാണ്. ഹസ്ബൻഡ് വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. മാജിന് ലോക്ക്ഡൗണിൻ്റെ സമയം തൊട്ടിട്ട് 5-6 മാസമായി മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തല നിറയെ താരനാണ്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് ആലുവേര ജെല്ലുണ്ടാക്കി അതിൻ്റെ ഒപ്പം വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഒരു ഹെയർ ക്രീം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനായി ഞാൻ ആലുവേര പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കുത്തനെ വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി ഇതൊന്ന് നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതിൻ്റെ അകത്തെ പൾപ്പ് എടുത്തിട്ട് അലുവേര ജെൽ ഉണ്ടാക്കാം. അലുവേര ജെൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. രണ്ട് വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതും കുറച്ച് വെളിച്ചെണ്ണയും ഈ ആലുവേര ജെല്ലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ മാസിൻ്റെ താരം മാറാൻ വേണ്ടിയിട്ട് തലയിലേക്ക് തേച്ച് കൊടുക്കുന്നത്. ഇത് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് കുറച്ച് കഴിഞ്ഞ് കുളിച്ചാൽ താരനൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരും.
ഇന്നൊരു കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിയോപോളിറ്റൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ലെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാനില, ചോക്ലേറ്റ്, സ്ട്രോബെറി എന്നിങ്ങനെയാണ് അവ. ഈ നിയോപോളിറ്റൻ കേക്ക് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാതെ ജാർ കേക്കാക്കി ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ട് ജാറിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അതിനായിട്ട് മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഗനാഷ്, വിപ്പിംഗ് ക്രീം ഇവയൊക്കെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ട് 3 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ ബൗളിൽ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം റെഡിയാക്കി. രണ്ടാമത്തെ ബൗളിലേക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രോബെറി വിപ്പിംഗ് ക്രീം ആക്കി. മൂന്നാമത്തേത് വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ഒരു ജാർ എടുത്തിട്ട് ആ ജാറിലേക്ക് ഉണ്ടാക്കി വെച്ച കേക്ക് ജാറിൻ്റെ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം, റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് ഓരോ ലെയറുകളാക്കി ജാറിലേക്ക് താഴ്ത്തി വെച്ച് അതിന് മുകളിൽ ഗനാശയും ക്രീമും അങ്ങനെ കേക്കും വെച്ച് അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അവസാനം ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്ട്രോബെറി ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ മാസിൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഗെയിമിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദാ മാസിൻ്റെ മുടിയൊക്കെ നന്നായി വൃത്തിയായിട്ടുണ്ട്. ഈ ആഴ്ച മുഴുവൻ ഇതുപോലെ ചെയ്താൽ താരനൊക്കെ പമ്പ കിടക്കുമെന്ന് ഞാൻ മാസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ പഠിക്കാനെന്നും പറഞ്ഞിരുന്ന് തല്ലുകൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ ഒട്ടും മടിക്കല്ലേ.
അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്.